ഇസ്രായേൽ അടങ്ങുന്നില്ല. ഗാസയിൽ വീണ്ടും ഇസ്രായേൽ കറുത്ത ബാധയെ അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ വീണ്ടും ഗാസയിൽ നാശം വിതച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം അവസാനിക്കുമ്പോഴാണ് ഇസ്രായേൽ ഇത് അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വെള്ളിയാഴ്ച രാവിലെയോടെ ഗാസയിൽ ഇസ്രായേൽ 64 പേരെ കൊലപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 48 മൃതദേഹങ്ങൾ ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്കും 16 മൃതദേഹങ്ങൾ നാസർ ആശുപത്രിയിലേക്കും കൊണ്ടുവന്നതായി ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനു മുൻപ് ഇസ്രായേൽ ഒരു വ്യോമാക്രമണം ഗാസയിലേക്ക് നടത്തിയിരുന്നു. വ്യോമാക്രമണത്തിൽ 22 കുട്ടികൾ ഉൾപ്പെടെ 70 പേരാണ് മരിച്ചത് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ദേർ അൽബാല നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഖാൻ യൂനിസ് നഗരത്തിലും വെള്ളിയാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെയാണ് ആക്രമണങ്ങൾ തുടർന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് സന്ദർശനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഗൾഫ് സന്ദർശനം അവസാനിപ്പിക്കുന്നതിനിടെയാണ് ആക്രമണങ്ങൾ നടന്നത്. എന്നിരുന്നാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതും നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ട്രംപിന്റെ പശ്ചിമേഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കുമുള്ള സന്ദർശനം അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ ഒരു വെടിനിർത്തലോ മാനുഷിക സഹായമോ സാധ്യമാകുമെന്ന പരിഗണന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉയർന്നിരുന്നു. എന്നാൽ ഇസ്രായേൽ ട്രംപിന്റെ വാക്കുകൾ പോലും കേൾക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. ട്രംപ് മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് രാജ്യങ്ങൾ GCC രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആ സമയത്ത് ഇസ്രായേൽ കയറി ആക്രമിച്ചത് ശക്തമായിട്ടുള്ള ഇസ്രായേലിന്റെ ഒരു സൂചനയാണ്. ഞങ്ങൾ വെടിനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള സൂചന, ഞങ്ങൾ ഇത് പൂർണ്ണമായും നശിപ്പിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിർത്തുകയുള്ളൂ എന്നുള്ളതിന്റെ സൂചന. ഗാസയിൽ ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഇത് 3ാമത്തെ മാസമാണ്. എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ മാത്രം ഇസ്രായേൽ 130 പേരെ കൊന്നൊടുക്കിയെന്നാണ് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആക്രമണങ്ങൾ ഞങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത് എന്നാണ് നെതന്യാഹു പറയുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് UAE-യിലെ ബിസിനസ് ടൈക്കൂണുകൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു. തുടർന്ന് അബ്രഹാം ഉടമ്പടികളുടെ പേരിലുള്ള സർവ്വമത ആരാധനാലയം സന്ദർശിച്ചുകൊണ്ട് മിസ്റ്റർ ദി ഈസ്റ്റ് മീറ്റിംഗ് അവസാനിച്ചു. ആ സമയത്ത് ഉണ്ടാക്കിയ കരാർ കാരണം ചില അറബ് രാജ്യങ്ങളും UAE-യും ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.